ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. നമ്മളിന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള നല്ല സൂപ്പർ ഷേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ചക്കക്കുരുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചക്കക്കുരു നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് തണുത്ത പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള പാലാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരൊക്കെ ഒന്ന് ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടണം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ജ്യൂസിൽ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പം പാല് നല്ല കട്ടയായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് ഫ്രോസൺ ചെയ്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് മൊത്തമായിട്ട് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലാസ് സിറപ്പ് വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ ഇതുപോലെ ഒന്ന് സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അടിപൊളിയാണ്. നമ്മൾ ചക്കക്കുരു ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചക്കക്കുരു വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മൾ മുമ്പ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്, അതിലൊന്നും കൂടി ഒരു പടി മുന്നിലേ ഉള്ളൂ. കാരണം നമ്മളിതിലേക്ക് സിറപ്പും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്